ആശ ബിനോജി ആശാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് വ്ലോഗുമായിട്ടൊന്നുമല്ല, ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു തിരുവോണ സദ്യ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് ഞങ്ങളെ കൂടെ കാണിച്ചങ്ങ് പോവാണ്. ഞാൻ വലുതായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യുന്ന എടുത്തിട്ടില്ല. എനിക്കിവിടെ ഹസ്ബൻഡിന്റെ ഡ്യൂട്ടി ആയിരുന്നോണ്ട് എനിക്കിവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇല വിളമ്പുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറെ കൂട്ടാനൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇതെന്റെ മൂത്ത മോനാണ്, ഇവനെ ഞങ്ങള് കിച്ചു എന്നാ വിളിക്കുന്നത്. ഇത് രണ്ടാമത്തെ ആളാണ്, ഇത് മിച്ചു. ഇത് മൂന്നാമത്തെ ആള്. ഇവിടെ ആദ്യത്തെ ഓണമായിരുന്നു. നമുക്ക് ഞങ്ങളൊരു സ്കേർട്ടും ബ്ലൗസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ പേര് ലിച്ചു. ഇവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഇലയൊക്കെ ഇട്ട് ഓണസദ്യ ഒരുക്കിയത്. അപ്പം ഞങ്ങളുടെ ഓണസദ്യയിലേക്ക് കാണണ്ടേ നിങ്ങൾക്കൊക്കെ? അപ്പൊ അതിലേക്ക് പോവാം. ബേബി ഹായ് പറഞ്ഞേ, ഹായ് എല്ലാവർക്കും ഹായ് പറഞ്ഞേ, എല്ലാവർക്കും ഹായ് പറഞ്ഞേ. സി ഇവിടെ നോക്ക്, ഇവിടെ സി സി അവിടെ നോക്ക്, അവിടെ നോക്ക്, ഹായ് പറഞ്ഞേ, ഹായ് ഹായ്. എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞേ, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം. ഉപ്പേരി ഞാന് 2 ദിവസം മുമ്പ് തന്നെ വറുത്ത് വെച്ചിരുന്നു. ഓണത്തിന്റെ അന്ന് അല്ലെങ്കിൽ തലേദിവസമോ ധൃതി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഞാൻ ചെയ്തു വെച്ചിരുന്നു കേട്ടോ. ഇതാണ് ഞാന് തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ ഓണസദ്യ. അപ്പം ഓരോന്ന് ഞാന് പതിയെ ഇലയിലോട്ട് വിളമ്പുമ്പോ പറയുന്നതാണ്. ഇപ്പൊ നെയ്യ് അങ്ങോട്ട് ഇട്ടു. എല്ലാ ഇലയിലും വിളമ്പി വരണ്ടേ. ആദ്യം ഉപ്പ് ഇട്ടിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ നെയ്യ് ഇട്ട് കൊടുത്തു. ശർക്കര വരട്ടി വെച്ച് കൊടുത്തു. അതിന്റെ കൂടെ ഉപ്പേരി വെച്ച് കൊടുത്തു. പപ്പടം വെച്ചു കൊടുത്തു. നാരങ്ങാച്ചാർ നമ്മൾ വെച്ചു കൊടുത്തു. അത് ഞാൻ തന്നെ ഉണ്ടാക്കി അച്ചാറാട്ടോ. അടുത്തത് മാങ്ങ അച്ചാർ വെച്ചു. മാങ്ങ എനിക്ക് നല്ലത് കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കിയില്ല. മാങ്ങ അച്ചാർ വാങ്ങിയതാ കേട്ടോ. ഇഞ്ചിക്കറി വെച്ചു കൊടുത്തു. ഇനി ബീട്രൂട്ട് പച്ചടി. ഇനി പൈനാപ്പിൾ പച്ചടി. പച്ചടി ഓർ കിച്ചടി. ഞാൻ പൈനാപ്പിൾ പച്ചടി എന്നാ പറയാറുള്ളത് കേട്ടോ. വെള്ളരിക്ക പച്ചടി. ഇനി അവിയൽ വെക്കാം. അതിലൊരു മുരിങ്ങക്കായും കൂടി ഇരിക്കട്ടെ കേട്ടോ. ഇനി ക്യാബേജ് തോരൻ. അതിനിടെ ഞാൻ പഴം വെക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ഇപ്പൊ പഴം അങ്ങോട്ട് വെച്ചു. കൂട്ടുകറി. ഓലൻ, കാളൻ, മുളക് കൊണ്ടാട്ടം, പാവയ്ക്ക കൊണ്ടാട്ടം. പിന്നെ ഇതിനിടയില് എനിക്ക് മെഴുകുവരട്ടി ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അത് നല്ല പയറ് കിട്ടാഞ്ഞിട്ടാ കേട്ടോ. പിന്നെ പരിപ്പൂരി ഉണ്ടാക്കാനും സമയം കിട്ടിയില്ല. അതിനകത്തോട്ട് ചോറിട്ട് കൊടുക്കുക. സാമ്പാറും പുളിശ്ശേരിയും പച്ചമോരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടെ അടപ്രഥമനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇനി ചോറുണ്ണാൻ പോവുക. എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്റെ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം.